വെൽക്കം ബാക്ക് ടു സ്വസ്തി. ഇന്ന് ഞങ്ങൾ ഭക്തിമാർഗത്തിലാണ്. കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ 4 അമ്പലങ്ങളിൽ പോയി വരാനുള്ള യാത്രയാണിത്. അച്ഛനാണ് ഈ പ്ലാനിൻ്റെ സൂത്രധാരൻ. പറയൂ, എങ്ങോട്ടാണമ്മേ? എന്താ പറയണ്ട? എങ്ങോട്ടാ പോന്നെ? ഇങ്ങോട്ടാന്ന് ഒരു പിടിയുമില്ല. ഞാനിങ്ങനെ കയറിയിരുന്ന ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ കയറിയിരുന്നത് ഒരു പിടിയില്ല. എത്തിയാലേ അറിയില്ല. ഈ മുന്നിൽ കാണുന്ന കാറിനെ ഓവർടേക്ക് ചെയ്യാൻ ഇച്ചിരി ടാസ്ക് ആയിരുന്നു. അവർ സ്പീഡ് പോകത്തുമില്ല, ഞങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കത്തുമില്ല. അങ്ങനെയായിരുന്നു അവരുടെ ഡ്രൈവിംഗ്. ആദ്യം നമ്മൾ പോകുന്നത് തളിപ്പറമ്പിലുള്ള തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ്. കംസവധം കഴിഞ്ഞുള്ള ശ്രീകൃഷ്ണൻ്റെ രൗദ്രഭാവമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. 15-16 നൂറ്റാണ്ടുകളിലുള്ള ഒരുപാട് കൊത്തുപണികൾ ഈ ക്ഷേത്രത്തിലുണ്ട്. മാത്രമല്ല, മൂഷിക വംശം എന്ന കാവ്യത്തിലും ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. നമ്മളവിടെ എത്തിയത് ഏകദേശം ഒരു 4:30 അടുപ്പിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ ആയിപ്പോയി. ക്ഷേത്രം തുറന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചുറ്റുമുള്ള കോവിലുകളിലൊക്കെ പോയി ഒന്ന് തൊഴുത് മടങ്ങേണ്ടി വന്നു. കുംഭമാസ അവസാനം അഥവാ മാർച്ച് മാസത്തിലാണ് ഈ ക്ഷേത്രത്തിലെ വാർഷികോത്സവം നടക്കുന്നത്. തിടമ്പ് നൃത്തമാണ് ആ സമയത്തെ പ്രധാന ചടങ്ങ്. പ്രധാന ആരാധനാമൂർത്തിയായ ശ്രീകൃഷ്ണന് പുറമെ ശിവൻ, ഗണപതി, ശാസ്താവ്, ദുർഗ എന്നു തുടങ്ങി മറ്റ് ദേവീദേവന്മാർക്കുള്ള ചെറു കോവിലുകളും ഈ ക്ഷേത്രത്തിന് ചുറ്റുമുണ്ട്. ക്ഷേത്രക്കുളത്തിൽ ഒരുപാട് പേര് നീന്തം പഠിക്കാനും നീന്തി കളിക്കാനും വന്നിട്ടുണ്ടായിരുന്നു. അവരെ നോക്കി നിൽക്കാൻ പാരൻസും ഉണ്ടായിരുന്നു. പിന്നെ തൊഴാൻ വന്നവരും അവിടെ കുറേ നേരം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. തനി നാട്ടുമ്പുറം കാഴ്ചയായിരുന്നു ഇവിടുത്തെ ക്ഷേത്രക്കുളം. ഈ ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിൽ വ്യത്യസ്തമായ മറ്റൊരു ക്ഷേത്രമുണ്ട്. ഒരു കുളത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം. ദുർഗാദേവിയാണ് അവിടുത്തെ പ്രതിഷ്ഠ. പുരാതന കേരളത്തിലെ 108 ദുർഗാലയങ്ങളിൽ ഒന്നാണിതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ക്ഷേത്ര പരിസരം മൊത്തത്തിലൊന്ന് വലം വെച്ച് ഞങ്ങൾ മടങ്ങി. ചായ കുടിക്കണോ അതോ ഇനി അടുത്ത ക്ഷേത്രത്തിൽ പോയതിന് ശേഷം ചായ കുടിക്കണോ എന്നുള്ള ഡിസ്കഷനാണ് ഈ നടക്കുന്നത്. ഇതിനിടയിൽ ഗൂഗിൾ ചേച്ചി ഞങ്ങൾക്കൊരു നല്ല പണി തന്നായിരുന്നു. ഞങ്ങൾ അടുത്ത ക്ഷേത്രത്തിലേക്ക്, അതായത് വൈദ്യനാഥ ക്ഷേത്രത്തിലേക്ക് പോകാനായി മാപ്പ് ഇട്ടു. പക്ഷേ 5 മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾ പുറപ്പെട്ട സ്ഥലത്തേക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടെത്തിച്ചു ഗൂഗിൾ ചേച്ചി. വഴി തെറ്റിയ പിന്നെ കാറിൽ വെച്ച് ഓൾഡ് ജനറേഷനും ന്യൂ ജനറേഷനും തമ്മിൽ വാക്ക് തർക്കമായിരുന്നു. അമ്മക്കും അച്ഛനും ഗൂഗിൾ മാപ്പിനെ തീരെ വിശ്വാസമില്ല. ഞാനും ശ്രീകുട്ടനും ഗൂഗിൾ മാപ്പിനെ സപ്പോർട്ട് ചെയ്ത് പറയും. ഞങ്ങളെപ്പോഴും കൊച്ചിയിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ സ്ഥിരം ഉണ്ടാകുന്ന അടിയാണിത്. നിവേദക്ക് മീഡിയേറ്റർ പൊസിഷനായിരുന്നു. അവൾ അവരെയും സപ്പോർട്ട് ചെയ്ത് പറയും, ഞങ്ങളെയും സപ്പോർട്ട് ചെയ്ത് പറയും. അതായിരുന്നു അവളുടെ അവസ്ഥ. അങ്ങനെ തർക്കമൊക്കെ കഴിയുമ്പോഴേക്ക് ഞങ്ങൾ കാഞ്ഞിരങ്ങാടുള്ള വൈദ്യനാഥ ക്ഷേത്രത്തിലേക്ക് എത്തി. ഇതൊരു ശിവക്ഷേത്രമാണ്. എല്ലാ രോഗങ്ങളും ഭേദമാക്കുന്ന വൈദ്യൻ്റെ രൂപത്തിലാണ് ഇവിടെ ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 11-ാം നൂറ്റാണ്ടിൻ്റെ കാലപ്പഴക്കമുള്ള ഈ ക്ഷേത്രം രോഗശമനത്തിന് പേരുകേട്ടതാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ രോഗങ്ങൾ ഭേദമാകുമെന്ന വിശ്വാസത്തോടെയാണ് ഇവിടേക്ക് മിക്കപ്പോഴും വരാറുള്ളത്. ക്ഷേത്ര പരിസരത്തുള്ള കാഞ്ഞിരമരത്തിൻ്റെ പേരിലാണ് ഈ സ്ഥലം കാഞ്ഞിരങ്ങാട് എന്നറിയപ്പെടുന്നത് എന്നൊരു വാമൊഴിയുണ്ട്. ക്ഷേത്രക്കുളം ആകെ പായൽ പിടിച്ച് കിടക്കുകയായിരുന്നു. ഞങ്ങൾ മടങ്ങിയത് ഏകദേശം സന്ധ്യയോടടുത്തായതുകൊണ്ട് തന്നെ ക്ഷേത്രം അതിലകം കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അവിടുന്ന് നേരെ ലിസ്റ്റിലെ 3ാമത്തെ ക്ഷേത്രമായ തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ സാധാരണ 8 മണി തൊട്ട് 8:30 വരെ എങ്ങാണ്ട് മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ.
പക്ഷേ ഞങ്ങളന്ന് എത്തിയ ദിവസം അവിടെ 7 മണി തൊട്ട് സ്ത്രീകൾക്ക് ക്ഷേത്രം തുറന്നിട്ടിരിക്കുകയായിരുന്നു. ഇതും ഒരു ശിവക്ഷേത്രമാണ്. നമ്മൾ ഇന്ന് വന്ന ഈ 3 ക്ഷേത്രങ്ങളും തദ്ദേശീയമായി അറിയപ്പെടുന്നത് ത്രിമൂർത്തി ക്ഷേത്രങ്ങളെന്നാണ്. അവിടെ റീസെൻ്റായിട്ട് ജൂലൈ 5-ന് വലിയൊരു ശിവപ്രതിമ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള വെങ്കല ശിവപ്രതിമയാണത്. അതായത് ടോളസ്റ്റ് ബ്രോൺസ് ശിവ ഐഡിലാണ് അത്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ക്ഷേത്രത്തിനകത്ത് കയറുന്ന പോലെ തന്നെ ക്യൂ ആയിരുന്നു. അവിടുന്ന് തൊഴുതു മടങ്ങി നേരെ ഞങ്ങൾ പോകുന്നത് 4ാമത്തെ ക്ഷേത്രം, അതായത് ഇന്നത്തെ ഇറ്റിനറിയിലെ അവസാനത്തെ ക്ഷേത്രമായ പറശ്ശിനിക്കടവിലേക്കാണ്. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്ക് രാത്രി 8:15. അതുകൊണ്ട് തന്നെ മുത്തപ്പനെ കാണാൻ പറ്റുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ മുത്തപ്പനെ കണ്ടു. കണ്ണൂരുകാരുടെ സ്വന്തം ദൈവമാണ് മുത്തപ്പൻ. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വന്ന് തൊഴാൻ പറ്റുന്ന ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രം. മുത്തപ്പൻ തെയ്യത്തിൻ്റെ സന്തത സഹചാരിയാണ് പട്ടികൾ. അതുകൊണ്ട് തന്നെ വീട്ടിൽ വളർത്തുന്ന പട്ടികളെയൊക്കെ കൊണ്ട് വിശ്വാസികൾ ക്ഷേത്രസന്നിധിയിലേക്ക് വരാറുണ്ട്. സാധാരണ കണ്ണൂർ ജില്ലയിലെ ഒരു ഹൗസ് വാമിംഗ് നടക്കുമ്പം അവിടെ മുത്തപ്പൻ തെയ്യത്തിൻ്റെ വെള്ളാട്ടം നടത്താറുണ്ട്. വെള്ളാട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെയ്യം ആ വീട്ടിൽ കെട്ടിയാടും. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ രമന ചേച്ചിയുടെ ഹൗസ് വാമിംഗ് നടന്നത്. അന്ന് ഇതുപോലെ ഒരു മുത്തപ്പൻ തെയ്യത്തിൻ്റെ വെള്ളാട്ടം ഉണ്ടായിരുന്നു. അന്ന് മുത്തപ്പനോട് സംസാരിച്ച എല്ലാവരും, എൻ്റെ അമ്മയും അനിയനും ചേച്ചിമാരും ആൻറ്റിമാരും എല്ലാവരും കരഞ്ഞു. എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ കണ്ണ് നിറഞ്ഞു. സങ്കടം കൊണ്ട് മാത്രമല്ല, അത്രയ്ക്ക് റിലേറ്റബിളായാണ് മുത്തപ്പൻ തെയ്യം അന്ന് സംസാരിച്ചത്. അതിൻ്റെ പുറകിലെ സത്യം എന്താണ്, അതെങ്ങനെയാണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും മുത്തപ്പൻ തെയ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ വിചാരിച്ച പോലെ 4 ക്ഷേത്രത്തിലും തൊഴുതു വരാൻ പറ്റിയതിൻ്റെ ചാരിതാർത്ഥ്യത്തിൽ ഞങ്ങൾ മടങ്ങി. എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാൻ അമ്മയുടെ മടിയിൽ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് കാറിൽ വെച്ച് അന്താക്ഷരി കളിക്കാമെന്ന് ആരോ പറഞ്ഞത്. അങ്ങനെ അന്താക്ഷരി കളിക്കാൻ തുടങ്ങി. അപ്പം ഞാനൊരു സത്യം മനസ്സിലാക്കി. എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും ഡെസ്പാണെങ്കിലും ഡിപ്രഷനാണെങ്കിലും അന്താക്ഷരി കളിച്ചാൽ എൻ്റെ മൂഡ് ഓക്കെ ആവും. അത് ഞാൻ മുന്നേ മനസ്സിലാക്കിയിരുന്നു. എന്നാലും ഇന്ന് അത് ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള, എൻ്റെ മനസ്സ് ഏറ്റവും കാമാക്കുന്ന ഗെയിമാണ് അന്താക്ഷരി. ഞാനും വരട്ടയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മെ നമ്മൾ, പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. താരങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊലിക്കാറുണ്ട്.